ഹായ് ഗായ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് പുതിയ സ്വാഗതം. എല്ലാവരും എൻ്റെ പാട്ടും കഥയൊക്കെ കേൾക്കണേ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ആ കഥന്റെ പേരാണ് ആ മോഹം തുറന്നില്ല. പണ്ട് നബിതങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് യമനിൽ നിന്ന് ആനപ്പട സൈന്യം മക്കയിലേക്ക് വന്നു. എന്തിനാ വന്ന്? ഉത്സവത്തിനല്ല. നമ്മൾ നിത്യം 5 നേരം കിബിലാക്കി നിസ്കരിക്കുന്ന കഅബാന തകർത്താണെന്നാണ്. അപ്പോൾ എന്തുണ്ടായി? അള്ളാന്റെ വീടല്ലേ കഅബ. പെട്ടെന്ന് ആകാശത്ത് കുറെ പക്ഷികൾ, അബാബിൽ നിന്ന് ഖുർആനിൽ പരിചയപ്പെടുത്തിയ പക്ഷികൾ, ചെറിയ ചെറിയ കല്ലുകൾ സൈന്യങ്ങൾ തലയിലേക്ക് എറിഞ്ഞു. അത്ഭുതം! കഅബ തകർത്താൻ വന്ന എല്ലാവരും ചത്ത് മലച്ച് ഭൂമിയിൽ കിടന്നു. അവരുടെ തലവൻ അപ്രാപ്തതയിൽപ്പെട്ടു. ഇതോടെ കൂടി ആ മോഹം കുറഞ്ഞില്ല. ഈ കഥക്ക് വിരാമം. അസ്സലാമു അലൈക്കും. ഒരു ഗാനം, അത് കഴിഞ്ഞാൽ സയ്യിദ് മുഹമ്മദ് 3ാം ക്ലാസ്സിന് ഒരു ഉപഹാരം, റാസിൽ വക ഫിസക്ക് 3ാം ക്ലാസ്സിന് ഒരു ഉപഹാരം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന തുലൈബിന് സാബിത്ത് വക ഒരു ഉപഹാരം. അസ്സലാമു അലൈക്കും. സത്യം പറയാനുണ്ടെങ്കിൽ നിത്യം സലാത്ത് വരും. നിത്യം സലാത്ത് മൊഴിനതാവും, ജന്നത്തിലായി തീരും. നെഞ്ചിൽ തഹനൂറുണ്ടെങ്കിൽ മുഞ്ച് മുഖത്ത് വരും. മുഞ്ച് തിളങ്ങുന്ന താറസുലും നെഞ്ചിനകത്ത് വരും. സത്യം പറയണമെന്നുണ്ടെങ്കിൽ നിത്യം സലാത്ത് വരും. നിത്യം സലാത്ത് മൊഴിയുന്നതാവും, ജന്നത്തിലായി തീരും. തങ്ക പോലൊരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വിരുന്ന് വരും. തങ്കത്തിനുള്ളിൽ തുന്നിയ ജന്നത്തിൻ തൂവാല കൊണ്ടുതരും. തങ്ക പോലൊരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വിരുന്ന് വരും. തങ്കത്തിനുള്ളിൽ തുന്നിയ ജന്നത്തിൻ തൂവാല കൊണ്ടുതരും. സ്വർഗബാബു തുറന്നു തരും. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി ഉസ്അല ഫി മിൻ ജഹന്നമ ഫീ ഹദി. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി ഉസ്അല ഫി മിൻ ജഹന്നമ ഫീ ഹദി. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാൻ.